ജീവനക്കാരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ട് നിൽക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റുക എന്നുള്ളത് തന്നെയാണ് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. കപ്പലിനുള്ളിൽ അതായത് 22 ജീവനക്കാർ, അതിൽ 18 പേരോളം പ്രാണരക്ഷാർത്ഥം കടലിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതിൽ തന്നെ കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകുവാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എത്രയും വേഗം തന്നെ അവരെത്തിച്ചാൽ എത്രയും വേഗം തന്നെ ചികിത്സ നൽകുവാനുള്ളൊരു സാഹചര്യം കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തൊഴിലാളികളെ എത്രയും വേഗം രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത്, അല്ലേ ഇതിപ്പോൾ INS സൂരത്തും അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇത് എത്രയും വേഗം തന്നെ ആ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് ഒന്ന്. രണ്ട്, അവിടെയുള്ള തൊഴിലാളികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് മുന്നിലുള്ളൊരു വെല്ലുവിളി. ഹരി, അതായത് 22 തൊഴിലാളികളായിരുന്നു ഈ ഒരു കപ്പലുണ്ടായിരുന്നത്. തീപിടുത്തം ഉണ്ടാവുകയും ഒപ്പം തന്നെ ഈ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ ഇതിൽ 18ഓളം പേർ കടലിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു. ഇതിൽ 5 പേരെ നിലവിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചിലരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. 4 പേരെ കാണാനില്ല എന്നുള്ള വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഹരി, അതാണ് വലിയ ആശങ്ക ഉയർത്തുന്നത്. കാരണം ഈ കടലിലേക്ക് ചാടിയവർ ഒരുപക്ഷെ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഉണ്ടോ എന്നുള്ള അടക്കമുള്ള ആശങ്കയുണ്ട്. കാരണം ആഴക്കടലാണ്. ഏകദേശം തീരത്ത് നിന്ന് 144 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആഴമുള്ള പ്രദേശമാണ്, കപ്പൽ പോകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 5ഓളം പേരെ ഈ കടലിൽ ചാടിയ 5ഓളം പേരെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നിലവിൽ മറ്റുള്ളവരെ കുറിച്ച് യാതൊരു വിവരവും ലഭ്യമാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ മറ്റ് ഈ കടലിലേക്ക് ചാടിയവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഏകദേശം 20 വർഷത്തോളം പഴക്കമുള്ള കപ്പലാണ്. 2005 കമ്മീഷൻ ചെയ്ത കപ്പലാണ് ഈ ചരക്ക് കപ്പൽ വാൻഹായ് 503 എന്ന കപ്പൽ. അത് സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കും കൊളംബോയിൽ നിന്ന് അവിടെ നിന്ന് നവി മുംബൈയിലേക്കുമാണ് യാത്ര തിരിച്ചത്. അവിടെ നിന്ന് തിരികെ സിംഗപ്പൂരിലേക്ക് പോകേണ്ട കപ്പലാണ്. നാളെ വൈകിട്ടോടുകൂടി മുംബൈയിലേക്ക് എത്തിച്ചേരേണ്ട ചരക്ക് കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ജൂൺ 7 ഈ കപ്പൽ കൊളംബോയിലെത്തുന്നത്. അവിടെ നിന്ന് ചരക്കുകൾ ഇറക്കിയതിനു ശേഷം ജൂൺ 7 വൈകിട്ട് തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. കൃത്യസമയത്ത് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെയായിരുന്നു കപ്പലിൻ്റെ യാത്ര. അത് ഇപ്പോൾ നാളെ വൈകിട്ട് എത്തുന്നതിന് മുമ്പാണ് ഇപ്പോൾ കോഴിക്കോട് തീരത്തിന് ഏകദേശം 144 കിലോമീറ്റർ അകലെ വെച്ച് അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും അതിലുണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യം ഒരു ഘട്ടത്തിൽ ഒരു വഴിയിൽ നടക്കുന്നു. 5 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ഹരി പുറത്തു വരുന്നത്. 4 പേരെ കാണാനില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേരാണ് ഈ കടലിലേക്ക് എടുത്തു ചാടിയത്. അതിൽ 9 പേരുടെ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതിൽ 18 പേരിൽ 9 പേർ കഴിഞ്ഞാൽ മറ്റ് 9 പേർ കൂടി അവരുടെ കാര്യം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഇതായും നിലവിൽ 4 പേർ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുന്നത്. 4ഓളം പേർ കപ്പലിനുള്ളിൽ തന്നെ ഉണ്ട്. അതിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ കപ്പലിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അണ്ടർ ഡെക്കിൽ പൊട്ടിത്തെറി ഉണ്ടായതായിട്ടാണ് മനസ്സിലാകുന്നത്. 5 ജീവനക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 4 പേരെ കാണാനില്ല എന്നുള്ളതും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മിഥുൻ വരുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഒരു ഘട്ടത്തിൽ 2 ഘട്ടങ്ങളായി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു വശത്ത് ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ള വലിയ ശ്രമകരമായ ദൗത്യം, ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ അതേ രീതിയിൽ തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള മറ്റൊരു ദൗത്യം ഈ തീ അണയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് രണ്ടും ഇപ്പോൾ ഏകോപിപ്പിക്കുകയാണ്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. INS സൂറത്തടക്കം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം വിശാഖപട്ടണത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട INS സൂറത്താണ് ഈ സമയത്താണ് ഈ ഒരു അപകട വാർത്ത അറിയുന്നത്. തുടർന്ന് ഉടൻ തന്നെ ഇതിന് സമീപത്തേക്ക് എത്താനുള്ള നിർദ്ദേശം നേവി നൽകുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ സ്ഥലത്തെത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് 5 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. 4 പേരെ കാണാനില്ല. മറ്റ് 9 പേർക്കായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. 4 പേർ കപ്പലിനുള്ളിൽ തന്നെ തുടരുകയാണ്. ഹരി, മിഥുൻ, ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പുക നല്ലോണം ഉയരുന്നുണ്ട്. ഒരു സാമാന്യ നല്ല രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അണ്ടർ ഡെക്കിലെ പൊട്ടിത്തെറി, അത് നമുക്കിപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെയാണ് പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പൊട്ടിത്തെറി, ആ പുക ഉയരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ക്യാപ്റ്റൻ ഉൾപ്പെടെ ആ കപ്പലിനുള്ളിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 4 പേരെ കാണാനില്ല എന്ന് പറയുന്നു. അതിൽ ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ നിലവിൽ നിൽക്കുന്നുണ്ട്. ആ പുക ഉയരുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും, അതിനുള്ളിൽ ജീവനക്കാരുടെ ജീവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് എത്ര പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ പോലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ സ്ഥലത്ത് അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാൽ പോലും അവിടെ എത്ര ജീവനക്കാർക്ക് 5 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഹരി, ഇപ്പോൾ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് 18 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ തീ അണയ്ക്കാനായില്ല എന്നുള്ളതാണ്. 18 പേരെ കടലിലേക്ക് ചാടിയ 18 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ചെറുവേട്ടുകളിലായി ഇവരെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ ആശ്വാസകരമായിട്ടുള്ള വാർത്ത. അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റുണ്ടോ എന്നുള്ള വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ 22 പേരായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 18 പേർ കടലിലേക്ക് ചാടിയ 18 പേരെയും ഇപ്പോൾ സുരക്ഷിതമായി തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മറ്റ് 4 പേർ കപ്പലിനുള്ളിൽ തന്നെയുണ്ട്. ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരാണ് കപ്പലിൽ തന്നെ കഴിയുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ 18 പേരെ കേണൽ ഡിന്നി ചേരുകയാണ്. കേണൽ ഡിന്നി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന വലിയൊരു പൊട്ടിത്തെറി സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം 18 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. തീ അണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ കപ്പലിൽ ഒരു കപ്പലിലെ ക്യാപ്റ്റനും 3 എഞ്ചിനീയർമാരും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരിക്കാം ഇനി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക? തീ നിയന്ത്രണ വിധേയമാകേണ്ട ഒരു സാഹചര്യവും വളരെ വേഗത്തിൽ തന്നെ വേണമല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇത് ആക്ച്വലി വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ തീനെ എങ്ങനെയെങ്കിലും അതിനെ അണർത്തുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അത് ഷിപ്പില് ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഉള്ളത് മറ്റ് മേഖലയിലേക്ക് പടർന്നു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ അതായത് ഇൻഹറന്റ് ആയിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീ പടർന്ന് പിടിക്കാതിരിക്കാനുള്ള മെക്കാനിസം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനൊരു ലിമിറ്റഡ് ടൈം ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അതിനു മുൻപ് അതിനെ ഈ തീരെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അത് മറ്റു സ്ഥലത്തേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ക്യാപ്റ്റൻ മറ്റു ക്രൂ ഒരു 3 പേരും കൂടെ ഉണ്ട്. അവര് ഈ ഷിപ്പിനെ ഇനി ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ കഴിഞ്ഞാൽ മാത്രമേ അവർ അതിനെ ഉപേക്ഷിച്ച് പോകത്തുള്ളൂ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും തീർച്ചയായിട്ടും ഷിപ്പിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെയും ഹെൽപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആക്ച്വൽ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കെല്ലാം ഹോപ്പ് ചെയ്യാം അത് വലിയൊരു ദുരന്തത്തിലേക്കൊന്നും പോകാതിരിക്കുന്ന രീതിയിൽ. കാരണം ഒരു ഷിപ്പ് കണ്ടെയ്നർ ഇപ്പം തകർന്ന് അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരെണ്ണം കൂടെ ഇങ്ങനെയൊക്കെ നമ്മൾ തീരത്തിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് വലിയൊരു ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഒരു ആശങ്ക എല്ലാവരുടെയും മനസ്സിൽ കാണും. ആ ഒരു രീതിയിലേക്ക് പോകരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുക. വ്യക്തമാണ് കേണൽ ഡിന്നി. എന്തായാലും കേരള തീരത്ത് മറ്റൊരു അപകടം കൂടി സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് 18 പേരെയും രക്ഷപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഒരു ആശ്വാസകരമായ വാർത്ത നമുക്ക് പറയാനുള്ളത്. പക്ഷേ തീ അണയ്ക്കാനായിട്ടില്ല. കണ്ടെയ്നറിനുള്ളിൽ എന്താണെന്നുള്ളത് വ്യക്തമല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാരണം 650ഓളം കണ്ടെയ്നറുകൾ കപ്പലിലുണ്ട്. അതിൽ തീ പടരാനുള്ളൊരു സാഹചര്യം, മറ്റ് കണ്ടെയ്നറുകളിലേക്കും കൂടി തീ പടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ പോകും. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയൊരു പുക തന്നെയാണ് ഉയരുന്നത്. അത് ഇനി മറ്റു കണ്ടെയ്നറുകളിലേക്കും കൂടി പടരാൻ അനുവദിക്കരുത്, അത് പോകാതിരിക്കുക എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ നമുക്ക്